ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോറ്റിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. 36 റൺസിനാണ് മുംബൈയുടെ തോൽവി. ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്ത മുംബൈക്ക് ബൌളിംഗിലും ബാറ്റിംഗിലും പിഴയ്ക്കുകയായിരുന്നു. മുംബൈയുടെ തോൽവിക്ക് പിന്നാലെ ഹാർദിക് പാണ്ഡ്യക്കെതിരെയാണ് വിമർശനം ഉയരുന്നത്. ഹാർദിക് പാണ്ഡ്യ മുൻ ഗുജറാത്ത് ടൈറ്റൻസ് നായകനാണ്. അതുകൊണ്ട് തന്നെ ഗുജറാത്തിനെ ജയിപ്പിക്കുന്ന നീക്കമാണ് ഹാർദിക് നടത്തിയതെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. 2 വിക്കറ്റുമായി ബൌളിംഗിൽ തിളങ്ങുവാൻ ഹാർദിക്കിന് സാധിച്ചു. എന്നാൽ ബാറ്റിംഗിനിറങ്ങി 17 പന്തിൽ 11 റൺസാണ് താരത്തിന് നേടാനായത്. അതിവേഗത്തിൽ റൺസ് ഉയർത്തേണ്ട സാഹചര്യത്തിലാണ് പാണ്ഡ്യ ക്രീസിലെത്തുന്നത്. തകർത്തടിച്ച് വിജയത്തിലേക്ക് മുംബൈ അടുപ്പിക്കുമെന്ന് കരുതിയ ഹാർദിക് ടീമിനെ സമ്മർദ്ദത്തിലാക്കുന്ന ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. നേരിട്ട ആദ്യത്തെ 14 പന്തിൽ 10 റൺസാണ് ഹാർദിക് നേടിയത്. വലിയ ഷോട്ടുകൾക്ക് താരം ശ്രമിച്ചേയില്ലെന്നതാണ് വസ്തുത. ഹാർദിക്കിന്റെ മെല്ലപ്പൊക്കാണ് മറുവശത്ത് മികച്ച നിലയിൽ കളിച്ച സൂര്യകുമാർ യാദവിനെ സമ്മർദ്ദത്തിലാക്കിയത്. ഏറെ നേരം സ്ട്രൈക്ക് കൈമാറാതെയാണ് ഹാർദിക് കളിച്ചത്. ഇതോടെ സൂര്യകുമാർ യാദവ് വലിയ ഷോട്ടിന് ശ്രമിക്കുകയും വിക്കറ്റ് നഷ്ടമാവുകയും ചെയ്തു. 28 പന്തിൽ 1 ഫോറും 4 സിക്സും ഉൾപ്പെടെ 48 റൺസാണ് സൂര്യകുമാർ നേടിയത്. ഒടുവിൽ 17 പന്തിൽ 11 റൺസ് എടുത്ത് ഹാർദിക് പുറത്തായി. മുംബൈയെ ജയിപ്പിക്കാൻ യാതൊരുവിധ താല്പര്യവും കാട്ടാതെയുള്ള അലസമായ ബാറ്റിംഗ് ആണ് പാണ്ഡ്യ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ആരാധകർ രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. ഹാർദിക്കിന്റെ പ്രകടനം സംശയമുണ്ടാക്കുന്നതെന്നാണ് ആരാധകർ പറയുന്നത്.